നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ്ബിലേക്ക് സ്വാഗതം. നമ്മൾ SART സോഷ്യൽ സയൻസ് ഒരു സീരീസ് പോലെ ചെയ്തു വരികയാണ്. അതിൽ 5th പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 6th പാർട്ട് 1ലാണ് നമ്മൾ നിൽക്കുന്നത്. 6th പാർട്ട് 1ൻ്റെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 5ാമത്തെ ചാപ്റ്ററാണ് സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള വർക്കിനകത്തെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തുകൊണ്ടാണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യ 1946ലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളതിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. ഭാഷ, സംസ്കാരം, പരമ്പരാഗതമായ രീതികൾ, ഇതിലൊക്കെ തന്നെ വൈവിധ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മഹാത്മാക്കളും യുദ്ധവീരന്മാരും ഒക്കെ തന്നെ ഉണ്ടായിട്ടുമുണ്ട്. ഇത്രയധികം വൈവിധ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ വളരെയധികം ഐക്യത്തോടു കൂടിയാണ് തുടർന്ന് പോകുന്നത്. നമ്മുടെ നാട്ടിൽ വളരെയധികം ഐക്യമുണ്ട്. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ശേഷം നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇവിടെ മിലേ സുർ മേരാ തുമാര എന്നുള്ള നമ്മുടെ ഐക്കോണിക് നാഷണൽ ഇൻ്റഗ്രേഷൻ ആന്തം കാണാം. ഈ ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ ആന്തം എഴുതിയത് 1988ലാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് സൂചിപ്പിക്കുന്നത് തന്നെ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വത്തെയാണ്. കാരണം ഇത് പല ഭാഷകളിലുള്ള വരികൾ കോർത്തിണക്കിയാണ് ഈ ഒരു ഗാനം രചിച്ചിട്ടുള്ളത്. പല ഭാഷകൾ എന്ന് പറയുമ്പോൾ 14 ലാംഗ്വേജസിലെ വരികൾ ചേർത്താണ് ഈ ഒരു ഗാനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി 1988 രചിച്ച മിലേ സുർ മേര എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ ഏതാനും വരികളാണവ. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം. വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ വ്യത്യസ്ത മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിൻ്റെ സന്ദേശം. ഐക്യമെന്നത് വ്യക്തിതലത്തിൽ മാത്രമല്ല സാമൂഹിക തലത്തിലും പ്രധാനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ത്രെഡും പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ വന്ന് ലയിക്കുന്നത് പോലെ വ്യത്യസ്തരായ മനുഷ്യരും സംസ്കാരങ്ങളും എല്ലാം കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഭംഗിയെക്കുറിച്ചാണ് ഈ ഒരു ഗാനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 1988ലാണ് ഈ ഒരു ഗാനം രചിച്ചതെന്ന്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് കാണിക്കാം. ഇവിടെ കാണാനെക്കൊണ്ട് പറ്റും ഏതൊക്കെ ലാംഗ്വേജസിലാണ് എന്നുള്ളത്. അതിൽ നമ്മുടെ മലയാളം ഉണ്ട് കേട്ടോ. കൂടാതെ ബാക്കിയുള്ള ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. അപ്പം ഇതെല്ലാം കൂടി ഒന്നും പഠിക്കേണ്ട, മലയാളം ഉണ്ടെന്നൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതൊന്ന് പരിചയമായാൽ മതി. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് കമ്പോസറാണ്. ഭീംസെൻ ജോഷിയാണ് ഇത് കമ്പോസ് ചെയ്തത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വിവാദങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു ഈ ഒരു റിയൽ കമ്പോസർ എന്നുള്ളത്, മിലേ സുർ മേരാ തുമാരയുടെ റിയൽ കമ്പോസർ ആരാണെന്നുള്ളത്. അതായത് അശോക് പത്കി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണോ അതോ ഭീംസെൻ ജോഷി ആണോ എന്നുള്ളതായിരുന്നു തർക്കം എന്ന് പറയുന്നത്. നിലവിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഭീംസെൻ ജോഷിക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് ഇതിൻ്റെ ലിറിസിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് പീയൂഷ് പാണ്ഡെയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു ബാനർ, ഇവിടെ ഒരു ബ്രോഷർ കൊടുത്തിട്ടുണ്ട്. കേരളപ്പിറവിയോടനുബന്ധിച്ച് തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നവംബർ 1 കേരളപ്പിറവി എന്നുള്ളത് നമുക്കറിയാം. ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രാജസ്ഥാനിൽ നിന്ന് തൊഴിലിനായിട്ട് കേരളത്തിലോട്ട് കുടിയേറിയിട്ടുള്ള ഒരു കുടുംബം അവരുടെ തീജ് ഫെസ്റ്റിവലിനെ കുറിച്ച് വിവരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീജിൽ തന്നെ ഹരിയാലി തീജിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹരിയാലി തീജിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. തീജ് 3 എണ്ണമുണ്ട്. ഹരിയാലി തീജ് കൂടാതെ മറ്റ് 2 എണ്ണം കൂടിയുണ്ട്. ഒന്ന് കഛാരി തീജ്, മറ്റൊന്നെന്ന് പറയുന്നത് ഹർത്താലിക തീജ്. ഈ 2 തീജും നടക്കുന്നത് ഭദ്രപദ എന്ന് പറയുന്ന മാസത്തിലാണ്. ഹരിയാലി തീജ് നടക്കുന്നത് ശ്രാവണ മാസത്തിലാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഹരിയാലി തീജിൻ്റെ പ്രത്യേകതകളിലേക്ക് നോക്കാം. ഹരിയാലി തീജ് എന്ന് പറയുന്നത് ശ്രാവണ മാസത്തിലാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ചിങ്ങം.
തീജ് ആഘോഷിക്കുന്നത് അവർ നമ്മളിവിടെ ഓണത്തിന് ഊഞ്ഞാലിടുന്നത് പോലെ തന്നെ തീജ് ആഘോഷത്തിന് അവരവിടെയും ഊഞ്ഞാലിടാറുണ്ട്. പിന്നെ പുതിയ വസ്ത്രങ്ങൾ എടുക്കാറുണ്ട്, മധുര പലഹാരങ്ങൾ, ബന്ധുവീടുകളിലേക്കുള്ള വിരുന്നുപോക്ക്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയും നടന്നു വരാറുണ്ട്. പിന്നീട് ആ ഒരു സമയത്ത് അവർ ധരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത്, പുരുഷന്മാരാണെങ്കിൽ തലപ്പാവും കോട്ടുമാണ് ധരിക്കാറുള്ളത്. സ്ത്രീകൾ പാവാടയും ചോളിയും അല്ലെങ്കിൽ ബ്ലൗസ്, പിന്നീട് സാരിയും ധരിക്കാറുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഇതിനോടനുബന്ധിച്ച് പുഷ്കർ മേള, ഗജമേള തുടങ്ങിയവയും ആഘോഷിക്കാറുണ്ട്. ഇനി ഈ ഹരിയാലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ അഡീഷണലായിട്ട് പറയുന്നതാണ്. ഹരിയാലി എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീനറി എന്നാണ്. കാരണം ഇത് മൺസൂണിനോടനുബന്ധിച്ചിട്ടാണല്ലോ ഈ ഒരു ആഘോഷം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു പച്ചപ്പൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓണവുമായിട്ട് ഇതിന് വലിയ തരത്തിലുള്ള സാദൃശ്യം കാണാൻ പറ്റും. ഊഞ്ഞാലിടുന്നത്, വിരുന്നു പോകുന്നത്, വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ ഏതും പോരാതെ മൺസൂണിൻ്റെ സമയത്ത് നടക്കുന്നു എന്നുള്ള ജോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെ കാര്യത്തിലും സമാനത നമുക്ക് കാണാനെ കൊണ്ട് പറ്റും. ഞാൻ തുടക്ക സമയത്ത് പറഞ്ഞല്ലോ, ഹരിയാലി തീജ് കൂടാതെ ഹർത്താലിക തീജും കഛാരി തീജും നടക്കുന്നുണ്ടെന്ന്. ഈ കഛാരി തീജും ഹർത്താലിക തീജിൻ്റെയും ഭാഗമായിട്ട് അത് മെയിനായിട്ട് അവിടുത്തെ സ്ത്രീകളാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫാസ്റ്റിംഗ് ഒക്കെ നടത്തും. അതായത് അവരുടെ വിവാഹ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതാകാനും അവരുടെ ഭർത്താക്കന്മാരുടെ ദീർഘ ആയുസ്സിന് വേണ്ടിയിട്ടുമൊക്കെയാണ് അവർ ആ സമയത്ത് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. പിന്നീട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസിൻ്റെ ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജ് ആഘോഷത്തിനുള്ളതെന്ന്. പിന്നീട് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നതെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് താർ ഡെസേർട്ട് ആണ്. അപ്പം ജിയോഗ്രഫിക്കലി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കൾച്ചർ, ഡ്രസ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നീട് നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് സംസ്കാരത്തെക്കുറിച്ചാണ് ഇനി അങ്ങോട്ട് മുഴുവനായിട്ട് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിലെ സംസ്കാരത്തിൻ്റെ ഡെഫിനിഷൻ EB ടൈലർ എന്ന ആളുടെ പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് EB ടൈലർ അദ്ദേഹത്തിൻ്റെ 1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകത്തിലെ ആദ്യ വരികളിൽ സംസ്കാരത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു. നോക്കാം. സമൂഹത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മനുഷ്യർ ആർജിച്ച വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരങ്ങൾ, നിയമം, സമ്പ്രദായങ്ങൾ, മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ആകെത്തുകയാണ് സംസ്കാരം. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മനുഷ്യർ ആർജിച്ച സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? മനുഷ്യൻ ആർജിച്ചെടുക്കുന്നതാണെന്ന് ഇവിടെ മനസ്സിലാക്കി. ആർജിച്ചെടുത്ത എന്തൊക്കെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. വിജ്ഞാനം, വിശ്വാസം, കല, സദാചാരം, നിയമം, സമ്പ്രദായം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ EB ടൈലറുടെയാണ് പ്രിമിറ്റീവ് കൾച്ചർ എന്ന വർക്ക് എന്ന് ഓർത്തിരിക്കുക. പിന്നീട് ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്കറിയുന്നത് തന്നെയാണ്, നമ്മളിവിടെ ഓണത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഓണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മധുരൈ കാഞ്ചിയാണ് കേട്ടോ. PYQ ആണ്. മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചി രചിച്ചത് മങ്കുടി മരുധനാറാണ്. മങ്കുടി മരുധനാരുടെ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ച് പ്രതിപാദിച്ച സംഘകൃതി എന്ന് പറയുന്നത്. ശേഷം നമുക്ക് ബാക്കിയിലേക്ക് വരാം. ഇവിടെ ഇനിയും പോകുന്നത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നതിന് മുമ്പ് സംസ്കാരമാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത്. ശരിയാണ്, ഞാൻ വളർന്നു വന്ന ഒരു സാംസ്കാരിക ചുറ്റുപാടിലായിരിക്കില്ല നിങ്ങൾ വളർന്നു വന്നത്. ചിലരുടെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ അവർ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറച്ച് രീതികൾ പിന്തുടരുന്നുണ്ടെങ്കിൽ മറ്റു ചിലർ അങ്ങനെ ആയിരിക്കില്ല. കുറച്ചും കൂടി മോഡേൺ കൾച്ചർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും വളർന്നു വരുന്ന സാംസ്കാരിക ചുറ്റുപാടും വ്യത്യസ്തമാണ്. ഇനി സാമൂഹീകരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത്. സോഷ്യലൈസേഷൻ സാമൂഹീകരണ പ്രക്രിയ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നതെങ്കിലും സാമൂഹിക വൽക്കരണം എന്നാണ് പൊതുവേ നമ്മൾ സോഷ്യലൈസേഷന് പറയാറ്. അതായത് +1 +2 SCRT സോഷ്യോളജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സോഷ്യലൈസേഷന് സാമൂഹിക വൽക്കരണം എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാമൂഹികരണ പ്രക്രിയ കണ്ടാലും സാമൂഹിക വൽക്കരണം കണ്ടാലും സോഷ്യലൈസേഷൻ ആണെന്ന് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്താണ് സോഷ്യലൈസേഷൻ? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ പെരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. അതായത് നമ്മൾ
ജനിക്കുന്ന സമയത്ത്, അതായത് ഈ സോഷ്യലൈസേഷനെ കുറിച്ചൊക്കെയുള്ള തിയറി അല്ലെങ്കിൽ സോഷ്യലൈസേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് പറയും. ഡിഫറെൻറ്റ് സ്റ്റേജസ് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫാമിലിയാണ്, സെക്കൻഡ് സ്റ്റേജായിട്ട് പറയുന്നത് സ്കൂളുകളാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് ഫാമിലി പറയുന്നത് ഒരു കുട്ടി ജനിച്ച് വീഴുന്നു, അതിനൊന്നും അറിയില്ല, അത് പഠിച്ചെടുക്കുന്നത് മുഴുവൻ ആ ഫാമിലിയിൽ നിന്നാണ്. ശരി എന്താണ് തെറ്റെന്താണെന്ന് ആദ്യം അത് മനസ്സിലാക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ അമ്മമാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കണം, ഇതൊക്കെ ആദ്യം കൂടുതൽ കിട്ടുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. സെക്കൻഡ് സ്റ്റേജായിട്ട് എഡ്യൂക്കേഷൻ പറയും. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മോറൽ വാല്യൂസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചിലത് തെറ്റാണ് ശരിയാണ്. ഇപ്പം കുട്ടികൾ ചില കൗതുകമുള്ള വസ്തുക്കൾ കാണുമ്പോൾ, അല്ലെങ്കിൽ വേറെ നല്ല നല്ല തൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും ഭംഗിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് ചോദിക്കാതെ, കുഞ്ഞുങ്ങളല്ലേ, അറിയാണ്ടെടുത്ത് ബാഗിലൊക്കെ ഇടും. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. അപ്പോൾ അത് ചെറിയ കാര്യമാണെങ്കിലും അവിടെ നിന്നാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, തെറ്റും ശരിയും ഒക്കെ കുട്ടികൾ പഠിച്ചു വരുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെ പെരുമാറണമെന്നും നമ്മളുടെ സംസ്കാരത്തെയൊക്കെ രൂപീകരിക്കുന്നത് സോഷ്യലൈസേഷനാണ്. അപ്പോൾ അതാണ് സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്? ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നതാണ്. കാരണം അതായത് ഇപ്പം ഭയങ്കര ഒരു ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾ വേറൊരു സമൂഹത്തിൽ പോയി ഇടപഴകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക്കൽ സെറ്റപ്പിൽ വളർന്ന ഒരാൾ, ഇപ്പം സോഷ്യലൈസേഷൻ്റെ ഒരു മെയിൻ എലമെൻ്റ് ആണല്ലോ പാട്രിയാർക്കി എന്ന് പറയുന്നത്. കുട്ടികൾ കാണുന്നത് അമ്മ ജോലി ചെയ്യാനും വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അമ്മ ഹൗസ് വൈഫായിട്ട് ഇരിക്കേണ്ട ആൾ, അമ്മ പുറത്ത് പോയി ജോലി ചെയ്താലും അമ്മ വീട്ടിൽ ജോലി ചെയ്യണം. അല്ലെങ്കിൽ ആൺകുട്ടികൾ എന്താണ് കൂടുതൽ പുറത്ത് പോയി പഠിക്കേണ്ടവരാണ്, പെൺകുട്ടികൾ അത്ര പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെൺകുട്ടികൾ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ്. ഇതൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ ഇങ്ങനത്തെ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ, അല്ലെങ്കിൽ ഇത്തരം സോഷ്യലൈസേഷനാണ് ചിലപ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വളർന്ന് കുറച്ച് വായിക്കുമ്പോഴും, അല്ലെങ്കിൽ കുറച്ച് മറ്റുള്ള ആളുകളോട് ഇടപഴകുമ്പോഴൊക്കെയാണ് അയ്യോ ഇത് ഇങ്ങനൊന്നും അല്ലല്ലോ, അപ്പം നമ്മുടെ ചിന്ത മാറും. അപ്പം നമ്മളത് കുറച്ച് മുതിർന്നിട്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ വളർന്ന ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കുറച്ച് വളർന്നു കഴിയുമ്പോഴായിരിക്കും, മറ്റൊരു ചുറ്റുപാടിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ അത്തരം കാര്യങ്ങൾ ലേൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് അവസാനം വരെ, ജീവിതകാലം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. കുടുംബം, വിദ്യാഭ്യാസം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹീകരണ പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇവിടെ സംസ്കാരത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം. മെറ്റീരിയൽ കൾച്ചർ എന്നും നോൺ മെറ്റീരിയൽ കൾച്ചർ എന്നും. എന്താണ് മെറ്റീരിയൽ കൾച്ചർ, എന്താണ് നോൺ മെറ്റീരിയൽ കൾച്ചർ? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായതാണ്. അതായത് ഭക്ഷണം, വസ്ത്രം, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവ. വീട്ടുപകരണങ്ങൾ എന്ന് കേൾക്കുമ്പോൾ അതും കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. കാരണം അമ്മിയിൽ അരച്ചെടുത്ത് നിന്ന് മിക്സിയിലേക്കുള്ളൊരു ട്രാൻസിഷൻ നടന്നു. അടുപ്പ് കൂട്ടി കത്തിച്ചിരുന്ന അടുപ്പുകളിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലോട്ടും, മണ്ണെണ്ണ ഒഴിച്ച സ്റ്റൗവിലോട്ടും, പിന്നീട് ഗ്യാസ് സ്റ്റൗവിലോട്ടും, ഇൻഡക്ഷൻ കുക്കറിലോട്ടും ഒക്കെ ഉണ്ടായതൊരു സാംസ്കാരിക മാറ്റം തന്നെയാണ്. അപ്പോൾ അപ്പോൾ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് വസ്ത്രം, ഭക്ഷണം, വീട്ടുപകരണങ്ങൾ എന്നിവയൊക്കെയാണ്. ഇനിയും അതുപോലെ തന്നെ ഇപ്പം ചില പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വസ്ത്രധാരണ രീതി ഉണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം നമ്മൾ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ തല ഇങ്ങനെ മറച്ച് വെക്കുക, അങ്ങനെയുള്ള, പിന്നെ ഓരോ റിലീജിയസ് ആയിട്ട് തന്നെ ഡ്രസ് കോഡിൽ കൾച്ചർ വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതാണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കില്ല. അത് രൂപമില്ലാത്തതായിരിക്കും. ഇപ്പോൾ വിശ്വാസങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ, ഭാഷ തുടങ്ങിയവയൊക്കെ. നമ്മളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായിട്ട് നടക്കുന്നതല്ലേ, അതൊരിക്കലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ചെയ്യാനും വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റീരിയൽ കൾച്ചർ ആണോ നോൺ മെറ്റീരിയൽ കൾച്ചർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അതായത് പാത്രങ്ങൾ, വീട്, ബാഗ്, പുസ്തകം, ഷർട്ട്, ഫോണ്, മൺവെട്ടി, വാച്ച്, ഇതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്? മെറ്റീരിയൽ കൾച്ചറാണ്. ബാക്കിയല്ല. മലയാളം, മതവിശ്വാസങ്ങൾ, ബഹുമാനം, ജ്ഞാനം, സ്നേഹം, ഇതൊക്കെ നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ശേഷം നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് ഭാഷയെക്കുറിച്ചാണ്. സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭാഷ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്ന് കണ്ടെത്തൂ. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കും. ഇതിൽ നമുക്ക് നമ്മുടെ കറൻസിയിൽ എത്ര ഭാഷകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ആണ് വരുന്നത്. നമ്മുടെ മലയാളം ഉണ്ട് കേട്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാം, എല്ലാവർക്കും അറിയുന്നതാണ്. 1 രൂപ
അപ്പോൾ നമ്മുടെ മലയാളമുണ്ട്. അപ്പോൾ 15 ഭാഷകളാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഏതൊക്കെയാണെന്ന് ആസാമീസ്, ബംഗാളി, ഗുജറാത്തി അങ്ങനെ 15 ഭാഷകൾ വരുന്നുണ്ട്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള ലാംഗ്വേജസിനെ ഒന്ന് സെർച്ച് ചെയ്യണം. ഞാനിപ്പം ബാക്കി ഫാക്ട്സ് പറയാം. അതായത് 8th ഷെഡ്യൂളിലാണ് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് വരുന്നത് 22 ഒഫീഷ്യൽ ലാംഗ്വേജുകളാണ്. ഇതിൽ 14 എണ്ണമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇനീഷ്യലി ഉണ്ടായിരുന്നത് 14 പിന്നീട് 8 എണ്ണം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ എന്ന് കരുതുന്നു. ഇനി നമുക്ക് സംസ്കാരത്തിൻ്റെ സവിശേഷതകളിലേക്ക് പോകാം. ഇവിടെ തൊട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. വേറൊന്നും കൊണ്ടല്ല, ഈ കൾച്ചറിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും, പക്ഷേ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ പാടാണെന്നൊന്നും അല്ല കേട്ടോ, പാടൊന്നുമില്ല. ചെറിയ മക്കളുടെ പുസ്തകമല്ലേ, അപ്പം നമ്മളൊന്ന് ഓർത്തിരിക്കാനും വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ ഒന്നാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ലേൺഡ് ആണ്, നമ്മൾ പഠിച്ചെടുക്കുന്നതെന്നാണെന്നാണ്. അതായത് നമ്മൾ ടൈലറുടെ ഒരു ഡെഫിനിഷൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൾച്ചർ ആർജിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാനെ കൊണ്ട് പറ്റും, കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പഠിക്കുന്നത് നമ്മൾ ആദ്യം കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല സംസ്കാരം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മൾ സാമൂഹിക ചുറ്റുപാടിൽ ഇടപഴകുന്നതിലൂടെ തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കി നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. നമുക്ക് കിട്ടുന്ന അറിവുകൾ, നമ്മുടെ വായന, നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ, അതിലൂടെയൊക്കെയാണ് നമ്മൾ എന്താണ് ഈ തെറ്റും ശരിയും തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരം വാർത്തെടുക്കുന്നത് അതിൽ കൂടിയാണ്. ഓക്കെ, അപ്പം ഇനിയും സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം ഇപ്പോൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു വ്യക്തി, ഇത് ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു വ്യക്തി ഈ സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരം ആർജിക്കൽ അഥവാ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻകൾച്ചറേഷൻ? ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം പൊതുവെ പറയുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുക, ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും കൾച്ചർ ഈസ് ഷെയർഡ്. ആദ്യം നമ്മൾ പറഞ്ഞു കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആർജിച്ച് എടുക്കുന്നതാണ് എന്നുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു കൾച്ചർ ഈസ് ഷെയർഡ്. ശരിയാണ്. നമ്മൾ വേറൊരു നാട്ടിൽ പോവുകയാണെങ്കിലോ നമ്മുടെ നാട്ടിലേക്ക് വേറെ ആരെങ്കിലും വരികയാണെങ്കിലോ അവരവരുടെ സംസ്കാരത്തോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരത്തെ കൂടി ഉൾക്കൊള്ളും, അല്ലേ? അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ അവരിവിടെ നിൽക്കുമ്പോൾ അവരുടെ നാട്ടിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ അടുത്ത് പറയുകയും അതിവിടെ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു പാർട്ടാകും. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് ഷെയർ ചെയ്യുന്നത് കൂടിയാണ്. ഇപ്പോൾ അതിന് വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കുറേയധികം പുറത്തുനിന്ന് തൊഴിലാളികൾ വന്ന സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് കൂടുതൽ അവൈലബിൾ ആയി തുടങ്ങി. ഇപ്പോൾ പാനിപൂരി പോലെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പം ഫുഡ് എന്ന് പറയുന്നതും എന്താണ്, കൾച്ചറിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതും കൂടി ഇവിടെ ഷെയർ ചെയ്യുകയാണ്. പിന്നെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് അത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ്, കൾച്ചർ ഷെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും കൾച്ചർ ഈസ് എ സിംബോളിക് എന്ന് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞു കൾച്ചർ ലേൺ ചെയ്യുന്നു എന്ന് പറയുന്നു, പിന്നെ നമ്മൾ പറഞ്ഞു കൾച്ചർ ഷെയർ ചെയ്യുന്നതാണെന്ന് പറയുന്നു, അതിനുശേഷം നമ്മൾ പറഞ്ഞു കൾച്ചർ ഈസ് സിംബോളിക് എന്ന് പറയുന്നു. അപ്പോൾ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ കൾച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് അവിടുത്തെ ദേശീയഗാനം, അവിടുത്തെ പല പല സംഗീതങ്ങൾ, ആചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ ദേശീയ പതാക, ദേശീയ പക്ഷി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിലേക്കും കൂടി വെളിച്ചം വീശുന്നതാണ്. പിന്നീട് ഒരു നാട്ടിലുള്ള സ്മാരകങ്ങൾ, ചിഹ്നങ്ങൾ തുടങ്ങിയവയും സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം എന്താണ്, നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇപ്പം വിവിധ ക്ഷേത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വിവിധ സ്മാരകങ്ങളായിക്കോട്ടെ, ഇപ്പം താജ്മഹൽ പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ മ്യൂസിയത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ കൂടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ചരിത്രപരമായ ഘടകങ്ങളാണെങ്കിലും അവ നമ്മുടെ പണ്ട് മുതലേ ഉള്ള സംസ്കാരത്തെ കൂടി സൂചിപ്പിക്കുന്നു. ഇനിയും ഇവിടെ ഈ പ്രതീകങ്ങളെക്കുറിച്ചും സിംബലിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞു പോവാണ്. അതായത് 23 കറണ്ട് അഫേഴ്സ് ഒക്കെ വായിച്ചിട്ടുള്ളവർക്കും ആ സമയത്ത് വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്ന ഒന്നാണ്, കാസർഗോഡാണ് ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഈ സ്വന്തമായിട്ട് അവരുടെ ഡിസ്ട്രിക്റ്റിനാണ് ആദ്യമായിട്ട് എന്താണ്, ഇറ്റ്സ് ഓൺ ഫ്ലവർ, ഇറ്റ്സ് ഓൺ ബേർഡ്, അവരുടേതായിട്ടുള്ള സ്പീഷീസിനെയൊക്കെ അവർ ഡിക്ലെയർ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ബേർഡ്, ഡിസ്ട്രിക്ട് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് പഠിച്ചിട്ട് ബാക്കിയുള്ളതിലോട്ട് പോകാം. അതാണ് ഇവിടെ കാഞ്ഞിരമാണ്. ഇനി ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയപോള താലി എന്ന് പറയും. പെരിയപോള താലിയാണ്. പിന്നീട് ഇവരുടെ സ്പീഷീസ് എന്ന് പറയുന്നത് ഭീമൻ ആമയാണ്. ബേർഡ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബെല്ലീഡ് സീ ഹോക്കാണ്. വെള്ളവയറൻ കടൽപ്പരുന്തെന്നൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് അതിൻ്റെ മലയാളം കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. അതൊന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കാഞ്ഞിരം, പെരിയപോളത്താലി, ഭീമനാമ, അതുപോലെ തന്നെ വൈറ്റ് ബെല്ലിയുടെ സീഹോക്ക്, കാസർഗോഡിൻ്റെയാണ് ഇത്. ഓക്കെ, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ഈസ് ഡൈനാമിക് എന്നാണ്. സംസ്കാരം ചലനാത്മകമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കൾച്ചറിന് പിൽക്കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വരും. അതിന് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് വിവാഹമാണ്. ശരിയാണ്, പണ്ട് വിവാഹം നടന്നിട്ടുള്ളതൊക്കെ വീടുകളിലാണല്ലോ, പെണ്ണിൻ്റെ വീടുകളിൽ വിവാഹം നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് മാറി ഓഡിറ്റോറിയം എന്നുള്ള നിലയിലായി. പിന്നീട് വിവാഹത്തിൻ്റെ തലേന്ന് ചെറിയ പാർട്ടികൾ എന്നുള്ള നിലയിലായിരുന്നല്ലോ, ഇപ്പോൾ അത് ഹൽദി, മൈലാഞ്ചി കല്യാണം, അങ്ങനെ കുറേ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വിവിധ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെങ്കിലും അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നടക്കുന്നു. എൻഗേജ്മെൻറ്റുകളും ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഡിഫറൻസ് വരുന്നു. പിന്നീട് എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പോലും മാറ്റങ്ങൾ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക്കാണ്. ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇനി കൾച്ചർ ഈസ് കസ്റ്റമറി എന്ന് പറയുന്നുണ്ട്. അത് ചില ആചാരങ്ങളുടെ അല്ലെങ്കിൽ സാമ്പ്രദായികം കൂടിയാണ്. അതിനുവേണ്ടി ഉദാഹരണം കൊടുത്തിട്ടുള്ളത് തെയ്യമാണ്. തെയ്യം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിലെ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. വൈവിധ്യപൂർണമായ ചടങ്ങുകളാണ് തെയ്യത്തിനുള്ളത്. തെയ്യത്തിനുള്ള തീയതി നിശ്ചയിച്ച് തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ. അപ്പോൾ അടയാളം കൊടുക്കൽ ചടങ്ങ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് കലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് തെയ്യമാണ്. സിലബസിലെ ആർട്ട് ആൻഡ് കൾച്ചറിലെ പോർഷനുമായിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാം. ഇനി തെയ്യം കെട്ടുന്നയാൾ 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുണ്ട്. അപ്പോൾ എത്ര ദിവസമാണ്? 1 മുതൽ 7 ദിവസം വരെയാണ്. വർഷത്തിലൊരിക്കലാണ് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നത്. ആധുനിക കാലത്തും നിലനിൽക്കുന്ന തെയ്യം അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയും സാംസ്കാരിക പൊലിമയും വിളിച്ചോതുന്ന ഗ്രാമക്കാഴ്ചയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ഡെയിലി തെയ്യം പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്നുള്ളതായിട്ട് ഞാനിവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നു. നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. പിന്നീട് ലാൻഡ് ഓഫ് തെയ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ് എടുത്ത സമയത്തും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെയ്യത്തെക്കുറിച്ച് ഇത്രയും ഓർത്തിരിക്കുക. തെയ്യം കെട്ടുന്ന ആളെ കോലം കെട്ടാൻ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് അടയാളം കൊടുക്കൽ എന്ന് പറയുന്നത്. 1 മുതൽ 7 ദിവസം വരെ വ്രതമെടുക്കാറുമുണ്ട്. ഇനിയും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ പലതരത്തിലുള്ള കലകളെക്കുറിച്ചൊക്കെ പറയുന്നതിൽ പടയണിയെക്കുറിച്ച് പറയുന്നുണ്ട്. പടയണി കൂടുതലായിട്ടും പത്തനംതിട്ട, ആലപ്പുഴ ആ ഭാഗങ്ങളിലാണ് പടയണി അനുഷ്ഠിച്ചു വരുന്നത്. അപ്പോൾ പടയണിയുടെ കുറച്ച് ചടങ്ങുകൾ ഏതൊക്കെയാണെന്നും കൂടി ഒന്ന് നോക്കാം. ഇവിടെ നോക്കിക്കോ, കുംഭം, മീനം മാസങ്ങളിലാണ് പടയണി നടക്കാറ്. 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് പടയണി എന്ന് പറയുന്നത്. 1-ാം ദിവസം ചൂട്ടുവെപ്പോടു കൂടിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ചൂട്ടുവെപ്പോടു കൂടി ആരംഭിക്കുന്നു. അതുപോലെ തന്നെ പടയണി നടക്കുന്നു എന്ന വിവരമറിയിക്കാൻ നടക്കുന്ന വാദ്യമേളമാണ് കാച്ചിക്കെട്ട്. ഇതിനെ തപ്പുമേളമെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു. കുംഭം, മീനം മാസങ്ങളിലാണ് നടക്കുന്നത്. 1-ാം ദിവസം ചൂട്ടുവെപ്പോടു കൂടി ചടങ്ങ് ആരംഭിക്കുന്നു. കാച്ചിക്കെട്ട് അല്ലെങ്കിൽ തപ്പുമേളം വഴി പടയണി നടക്കുന്നു എന്ന വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പോകാം. അപ്പോൾ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞു. അതായത് കൾച്ചർ ഈസ് ലേൺഡ്, സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ്. പിന്നീട് പറഞ്ഞത്? സംസ്കാരം ചലനാത്മകമാണ്, സംസ്കാരം പ്രതീകാത്മകമാണ്, സംസ്കാരം ഷെയർ ചെയ്യുന്നതാണ്, പങ്കുവെക്കുന്നതാണ്. അതുപോലെ തന്നെ സംസ്കാരം സിംബോളിക്കാണെന്നുള്ളത് പറഞ്ഞല്ലേ. സംസ്കാരം എന്ന് പറയുന്നത് കസ്റ്റമറി അല്ലെങ്കിൽ സാമ്പ്രദായികമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു. ഇനിയും ശേഷം നമ്മൾ സാംസ്കാരിക മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. സാംസ്കാരിക മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ പറയുന്നുണ്ട്, എല്ലാ സമൂഹത്തിനും സംസ്കാരമുണ്ട്. ആ സമൂഹത്തിലെ അംഗങ്ങളുടെ വഴികാട്ടിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരം എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റ് സംസ്കാരങ്ങളുമായി സമ്പർക്കത്തിലാകുമ്പോഴാണ് സാംസ്കാരിക മാറ്റം മുഖ്യമായും സംഭവിക്കുന്നത്. അതായത് നമ്മൾ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. വേറെ വെസ്റ്റേൺ കൾച്ചറിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വേറെ ഫുഡ് നമ്മൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറി. ഇനി ഇതൊന്നും കൂടാതെ നമുക്കറിയാം, ഇനിയിപ്പം മറ്റ് കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു മധ്യകാല ഇന്ത്യയിലെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം സുൽത്താനേറ്റ് അല്ലെങ്കിൽ മുഗൾ രാജഭരണകാലത്താണ് ഉണ്ടാകുന്നത്?
ഇസ്ലാമിക് ആർക്കിടെക്ചർ വികാസം പ്രാപിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സാണ്. ഈ രണ്ട് സംസ്കാരത്തിൻ്റെയും ഒരു മിക്സാണ് ആ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. അപ്പം മറ്റ് സംസ്കാരവുമായിട്ട് സമ്പർക്കത്തിലാകുന്ന സമയത്തും എന്താണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഉണ്ടാകാറുള്ളതെന്ന് പറഞ്ഞു. അതായത് അതിലൊന്നാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം കേരളത്തിലെ ഭക്ഷ്യവിഭവങ്ങൾക്കൊപ്പം അന്യദേശങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ കൂടി നമ്മുടെ ഭക്ഷണ രീതിയിൽ കലർന്നതായിട്ട് കാണാം. ഇനി ഒരു സംസ്കാരത്തിൻ്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ അതിന് എടുക്കാം. അതായത് മിഡീവൽ ഇന്ത്യയിൽ നമ്മളെന്താണ് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സംഗീതത്തിനകത്തും അങ്ങനെ അതിൽ ഈ സിത്താർ എന്ന ഉപകരണമൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്. ഇനിയും അതുപോലെ തന്നെ ദേ ഇവിടെ പാനിപൂരിയും പനീർ ടിക്കയുടെയും ഒക്കെ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു സംസ്കാരത്തിലേക്ക് മറ്റൊരു സംസ്കാരം വന്ന് കലരുകയും അങ്ങനെ മിക്സ് ആകുന്ന ആ ഒരു കാര്യമാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ എന്ന് സിംപ്ലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അതിനകത്തൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനിയും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അക്കൾച്ചറേഷൻ അല്ലെങ്കിൽ സംസ്കാരം ആർജിക്കൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ തീജ് ഉത്സവം പറഞ്ഞപ്പോൾ ഒരു ഫാമിലി ഇവിടെ വന്ന് താമസിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. കേരളത്തിൽ വന്ന് താമസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അന്യ സംസ്കാരം ആർജിക്കൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും വേറൊരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പഠിക്കാനായിട്ടൊക്കെയാണ് ഒക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൾച്ചർ വിടുന്നൊന്നുമില്ല. പക്ഷേ അവരുടെ കൾച്ചറും കൂടി നമ്മൾ ആർജിച്ചെടുക്കും. ആ ഒരു കാര്യമാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൾച്ചറിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന കൾച്ചറിൽ ചില ചേഞ്ചസ് ഒക്കെ വരും. പക്ഷേ അതിനർത്ഥം നമ്മൾ മെയിനായിട്ട് കൊണ്ടുവരുന്ന കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയെന്നും ഒന്നുമല്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് കൾച്ചർ അല്ലെങ്കിൽ അന്യ സംസ്കാരം ആർജിക്കുക എന്ന് പറയുന്നത് നമ്മൾ വേറൊരു സംസ്കാരത്തിനെയും കൂടി ഉൾക്കൊള്ളുകയും അതിനെയും കൂടി ഫോളോ ചെയ്യുകയും എന്നാൽ നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്നതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൾച്ചറിനെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്, വിട്ടുപോവുകയും വേറൊരു കൾച്ചറിനെ നമ്മൾ സ്വാംശീകരിക്കുകയും അല്ലെങ്കിൽ വേറൊരു കൾച്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ആസ്ട്രേലിയയിലേക്ക് കുടിയേറി പോയിട്ടുള്ള ഒരു ഫാമിലിയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഇവിടെ നിന്നുള്ള കൾച്ചർ വിടുകയും അവരുടെ കൾച്ചറൊക്കെ തന്നെ സ്വീകരിക്കുകയും അവിടുത്തെ പൗരത്വം നേടുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ജീവിത രീതിയും സംസ്കാരവും ഇവിടെയാണ് ഒരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്കും പ്രബല സംസ്കാരത്തിലേക്കും ഡൊമിനൻ്റ് കൾച്ചർ ആഗിരണം ചെയ്യപ്പെടാറുണ്ട്. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സംസ്കാരം അതിന് നമ്മൾ കീഴ്പ്പെടേണ്ടതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡൊമിനൻ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഡൊമിനൻ്റ് കൾച്ചർ എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പം ഈ നമ്മൾ യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഫീസുകളിലൊക്കെ മലയാളത്തിലും കൂടി എഴുതുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. മലയാളത്തിൽ പേരുകൾ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വേറൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാതെ നമ്മുടെ സംസ്കാരത്തെയും കൂടി നമ്മൾ ചേർത്ത് നിർത്തുന്നതിൻ്റെയാണത്. അപ്പം വേറൊരു ഡൊമിനൻ്റ് കൾച്ചറിനെ ഇരിക്കൽ കൂടിയാണത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൾച്ചറിൽ നിന്ന് വിട്ടുമാറി വേറൊരു കൾച്ചർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനിയും അക്കോമഡേഷൻ ഉണ്ട്. അക്കോമഡേഷൻ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് നോക്കാം. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ, അതായത് രാജസ്ഥാനിൽ നിന്ന് ഒരു കുടുംബം കേരളത്തിലേക്ക് വരുന്നു. അവരിവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്യുന്നു. പക്ഷേ അവരുടെ കൾച്ചർ വിടുന്നൊന്നുമില്ല. അവരുടെ കൾച്ചറും അവർ അതേപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് അന്യ സംസ്കാരം ആർജിക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ ഈ ഓസ്ട്രേലിയയിലോട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ കൾച്ചറെല്ലാം വിട്ട അസിമിലേഷനാണ്. അപ്പോൾ ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലും ഉണ്ട്. കൾച്ചറിൻ്റെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എന്ന് പറഞ്ഞ് തിരിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ അസിമിലേഷൻ, അക്കൾച്ചറേഷൻ എന്നിവയൊക്കെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം കൾച്ചറിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസും കൾച്ചറൽ ഇന്നോവേഷനും. അങ്ങനെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായാലോ അവരവിടെ നിന്ന്
മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരുന്നു. അവരൊരു വേറൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടുത്തെ കൾച്ചറുമായിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ടും വരുന്നുണ്ട്. ഇനിയും കൾച്ചറൽ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ വിറകടുപ്പിൽ നിന്ന് പലതരത്തിലുള്ള അടുപ്പുകളിലേക്കും രീതികളിലേക്കും ഒക്കെ മാറുന്ന കൾച്ചറൽ ഇന്നോവേഷൻ കൊണ്ടും എന്താണ് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയാണ്. അതായത് ഇന്റേണൽ ഫാക്ടേഴ്സ് കാരണം വരുന്നതാണ്, ഇന്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സാംസ്കാരിക വ്യാപനം, അന്യസംസ്കാരം ആർജിക്കൽ അക്കൾച്ചറേഷൻ, സാംസ്കാരിക സ്വാംശീകരണം അല്ലെങ്കിൽ കൾച്ചറൽ അസിമിലേഷൻ എന്ന് പറയുന്നത്. പിന്നീട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സാംസ്കാരിക നവീകരണം, പിന്നീട് പാരിസ്ഥിതിക വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയുമാണ് വരുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.